ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെർഷറി കളർ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ഡീപ്പ് പർപ്പിൾ കളറാണ്. ഓക്കെ, അപ്പൊ റെഡ് വയലറ്റ് കൂടി നമ്മള് അല്ലെങ്കിൽ പർപ്പിൾ ലാവൻഡർ ഷെയ്ഡൊക്കെയാണ് വരുന്നത്. ഇത് നമ്മൾ മിക്സ് ചെയ്താൽ നമുക്കൊരു ഡീപ്പ് പർപ്പിൾ ഷെയ്ഡ് കിട്ടും. അപ്പൊ ഇങ്ങനെ മൂന്നാമത് നമുക്ക് കിട്ടുന്ന ഒരു ഷെയ്ഡിനെ നമ്മൾ എന്ത് പറയുന്നു? ടെർഷറി കളർ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? റെഡും വയലറ്റും നമ്മൾ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഡീപ്പ് പർപ്പിൾ കളർ നമുക്ക് ലഭിച്ചു. ഇനി വയലറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്യാണ്. വയലറ്റ് പ്ലസ് ബ്ലൂ, ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്തപ്പോ നമുക്കൊരു ലാവൻഡർ കളർ കിട്ടി. കറക്റ്റ് പ്രോപ്പർ ഒരു ലാവൻഡർ ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി ബ്ലൂവും ഗ്രീനും കൂടി നമ്മൾ മിക്സ് ചെയ്തുമ്പോ ബ്ലൂ ഗ്രീൻ, ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യുമ്പോ നമുക്ക് ലൈറ്റ് ഗ്രീൻ കിട്ടും. ഇനി യെല്ലോ ഓറഞ്ച്, ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പീച്ച് കളറാണ് കിട്ടുന്നത്. ഇനി ഓറഞ്ച് റെഡ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കോറൽ കളറ് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ടെർഷറി കളേഴ്സ്, പുതിയ കളർ നമ്മൾ വീണ്ടും ലഭിച്ചു അല്ലെ. എന്താണ്? റെഡും വയലറ്റും മിക്സ് ചെയ്തപ്പോ ഡീപ്പ് പർപ്പിൾ കളർ, വയലറ്റ് ബ്ലൂ നമ്മൾ മിക്സ് ചെയ്തപ്പോ ലാവൻഡർ കളർ, ഇനി ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്തപ്പോ ലൈറ്റ് ഗ്രീൻ കളർ, പിന്നെ ഗ്രീനും യെല്ലോയും കൂടി നമ്മള് യെല്ലോയും ഓറഞ്ചും കൂടി നമ്മൾ മിക്സ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു പീച്ച് കളർ കിട്ടി. ഇനി ഓറഞ്ചും റെഡും കൂടി നമ്മൾ മിക്സ് ചെയ്തപ്പോ കോറൽ കളർ ലഭിച്ചു. അപ്പൊ ഇങ്ങനെ ലഭിക്കുന്ന കളേഴ്സിനെ, അതായത് പ്രൈമറിയും സെക്കൻഡറിയും മിക്സ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന കളേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെർഷറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി കളർ, ടെർഷറി കളർ ആൻഡ് സെക്കൻഡറി കളേഴ്സ്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി, ഈ മൂന്ന് കളേഴ്സ് എങ്ങനെയാന്നുള്ളത് മനസ്സിലായല്ലോ.